ഇറാൻ മുതൽ ഇറാൻ വരെ അമേരിക്കൻ ഇടപെടലുകൾ. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ആഗോള ശക്തിയായി മാറിയ അമേരിക്ക ആദ്യം ഇടപെട്ട ലോകരാജ്യം ഇറാനാണ്. തീവ്രവാദം തടയാൻ എന്ന പേരിൽ ഇപ്പോൾ യുദ്ധങ്ങൾ ചെയ്യുന്ന അമേരിക്ക അന്ന് കമ്മ്യൂണിസം വ്യാപിക്കുന്നത് തടയാൻ എന്ന പേരിലായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നത്. 1953 ഇറാനിൽ നടന്ന ഓപ്പറേഷൻ അജാക്സ് ആണ് അമേരിക്കൻ ചാരസംഘടനയായ CIA നടത്തിയ ആദ്യത്തെ അട്ടിമറി. അന്ന് വരെ ബ്രിട്ടീഷ് കമ്പനികൾ ഇറാന്റെ 90% എണ്ണയും സ്വന്തം ഇഷ്ടപ്രകാരം കുഴിച്ചെടുത്തിരുന്നു. ഇറാനിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദെക് അവിടുത്തെ എണ്ണക്കമ്പനികൾ ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളെ ചൊടിപ്പിച്ചു. ഇത് കമ്മ്യൂണിസമാണെന്നും അത് ഒരു രാജ്യത്ത് വന്നാൽ അയൽ രാജ്യങ്ങളിലേക്കും പരക്കുമെന്നും പറയുന്ന ഡോമിനോ തിയറി ഉയർത്തിക്കാട്ടിയാണ് ഈ അട്ടിമറി തുടങ്ങുന്നത്. ജനകീയ പ്രക്ഷോഭങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കുകയും മൊസാദെക്കിനെ പുറത്താക്കി ഷായുടെ ഏകാധിപത്യ ഭരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതുവഴി അമേരിക്കൻ എണ്ണക്കമ്പനികൾക്ക് ഇറാനിലെ എണ്ണ കുഴിക്കാനുള്ള അവസരം കിട്ടി. ഇതുപോലെ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്ത ഗ്വാട്ടിമാലയിലെ പ്രസിഡന്റിനെ അമേരിക്കൻ കമ്പനികളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായി 1954 സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കി. ചിലിയിലെ സോഷ്യലിസ്റ്റ് പ്രസിഡന്റ് ആലൻഡെയെയും ആഫ്രിക്കയിലെ കൊങ്കോയിലെ പാട്രീസ് ലുമുംബയെയും അധികാരത്തിൽ നിന്ന് നീക്കിക്കൊലപ്പെടുത്തിയത് അമേരിക്കൻ ചാരസംഘടനയാണ്. അട്ടിമറികൾക്ക് പുറമെ അമേരിക്ക പല വലിയ യുദ്ധങ്ങളും ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. വടക്കൻ കൊറിയയുടെ കമ്മ്യൂണിസ്റ്റ് കടന്നുകയറ്റത്തെ തടയാൻ 1950 ആരംഭിച്ച കൊറിയൻ യുദ്ധം 3 വർഷം നീണ്ടുനിൽക്കുകയും ലക്ഷക്കണക്കിനു മനുഷ്യൻ മരിക്കുകയും ചെയ്തെങ്കിലും കൊറിയകൾ ഇന്നും വിഭജിക്കപ്പെട്ടു തന്നെയിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി വിശേഷിപ്പിക്കപ്പെടുന്ന വിയറ്റ്നാം യുദ്ധം 1955 മുതൽ 1975 വരെ നീണ്ടുനിന്നു. അത്യാധുനിക ആയുധങ്ങളും രാസായുധങ്ങളും ഉപയോഗിച്ചിട്ടും വിയറ്റ്നാമീസ് ജനതയുടെ പ്രതിരോധത്തിനു മുന്നിൽ അമേരിക്കയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു. 1961 ക്യൂബയിലെ ഫിദൽ കാസ്ട്രോയെ പുറത്താക്കാൻ ക്യൂബൻ പ്രവാസികളെ ഉപയോഗിച്ച് നടത്തിയ ബേ ഓഫ് പിഗ്സ് നീക്കം ദയനീയമായി പരാജയപ്പെട്ടു. ഇത് പിന്നീട് ലോകത്തെ ഒരു ആണവയുദ്ധത്തിന്റെ വക്കിലെത്തിച്ച ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയിലേക്ക് നയിച്ചു. 21ാം നൂറ്റാണ്ടായപ്പോൾ ശത്രു കമ്മ്യൂണിസം മാറി തീവ്രവാദമായി. ഇറാഖ്, ലിബിയ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ സദ്ദാമിനെയും ഗദ്ദാഫിയെയും ഇല്ലാതാക്കിയെങ്കിലും ആ രാജ്യങ്ങൾ താറുമാറായി. അഫ്ഗാനിൽ താലിബാനെ പുറത്താക്കാൻ യുദ്ധം തുടങ്ങിയ അമേരിക്ക ഒടുവിൽ താലിബാന് തന്നെ ആ രാജ്യം മടക്കിക്കൊടുത്താണ് തിരിച്ചുപോന്നത്. ജനാധിപത്യം സംരക്ഷിക്കുക എന്ന് പറയുമ്പോഴും പലപ്പോഴും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് ക്രൂരരായ സ്വേച്ഛാധിപതികളെ അധികാരത്തിലേറ്റാനാണ് അമേരിക്ക ശ്രമിച്ചത്. ഇതിന്റെ ഫലമായി ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ പല രാജ്യങ്ങളും ഇന്നും ആഭ്യന്തര കലഹങ്ങളുടെയും സാമ്പത്തിക തകർച്ചയുടെയും കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടുന്നു. ഒടുവിൽ ഇറാനിൽ തുടങ്ങിയ ഇടപെടൽ ഇപ്പോൾ വീണ്ടും ഇറാനിലെത്തി നിൽക്കുന്നു. പരാജയങ്ങൾ പതിവായിട്ടും അമേരിക്ക യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പിന്നിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ആയുധ കമ്പനികളാണ് കാരണം. ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ അമേരിക്കയെ കൂടാതെ ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവരും ആയുധം മേടിക്കുന്നത് ഈ കമ്പനികളിൽ നിന്നാണ്. യുദ്ധം നീണ്ടാൽ മറ്റു രാജ്യങ്ങളും പ്രതിരോധത്തിനായി ഈ കമ്പനികളെ ആശ്രയിക്കും. ചുരുക്കത്തിൽ അമേരിക്ക യുദ്ധത്തിൽ പൊടിക്കുന്ന പണത്തിൽ കുറെയൊക്കെ ആയുധം വിറ്റ് തിരിച്ചുകിട്ടും.